ചെയ്താല് അത് കുളിച്ചാ പോകുന്ന ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാ പോവില്ല. മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. അത് അടക്കാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക ഉണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. മനസ്സിലായോ? ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പല സ്ത്രീകളും കാണേണ്ട ഒരു വീഡിയോ ആണ്. ഇവൻ പറഞ്ഞ് കേട്ടില്ലേ, ഇവൻ ആരാന്ന് കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. ഇവൻ്റെ പേര് നിഷാൽ മുഹമ്മദ് എന്നാണ് പേര്. ഇവനൊരു യൂട്യൂബറൊക്കെയാണ്. ഇവൻ്റെ യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിക്കുന്ന രീതികൾ കണ്ടിരുന്ന ഇതുപോലത്തുള്ള സംസാരം അവൻ യൂട്യൂബിൽ ഓരോ വീഡിയോസിന് വന്നിരുന്ന് പറയുന്നത്. ഇപ്പോൾ ഇവൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ന്യൂസ്, ഇവനെതിരെ ഒരു കേസാണ് വന്നേക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇവൻ്റെ വലയിൽ വീണ പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരുണ്ടെങ്കിൽ ഇവനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും. അവർക്ക് മെസ്സേജിലൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പൊക്കെ ആവും. സോ അതിൽ ഇവ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിലായിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവരെയാണ് ഇവൻ്റെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നല്ല ബന്ധമൊക്കെ ഉണ്ടായതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവരുടെ വീട്ടിൽ ചെല്ലുക, അവൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക. ആ നിറവേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെയും ഈ ഒരു സ്ത്രീ എന്ത് ചെയ്യും, പേടിപ്പിക്കുക, അവൻ്റെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക. ഇതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇവൻ്റെ പേരിൽ ഇവന് ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവനെ എന്ത് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോടും ഉള്ള ദേഷ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരെയും കൂടെ കുറ്റം പറയേണ്ട കാര്യമുണ്ട്. ഇവൻ ഇങ്ങനെ ഓരോന്ന് വന്നിരുന്ന സോഷ്യൽ മീഡിയ പറയുമ്പോഴത്തേനും അത് ഇഷ്ടപ്പെട്ട് അവന് മെസ്സേജ് അയച്ച് ആ വലയിൽ പോയി അങ്ങോട്ട് ചെന്ന് വീഴുന്ന കുറേ പേരുണ്ടല്ലോ, അവർക്കും കൂടാണ് ഇവനെതിരെ ഇപ്പോൾ എത്രമാത്രം കേസ് ഉണ്ടെന്നറിയാമോ? സോ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും, നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ള നിങ്ങൾക്ക് സെൻസ് വേണം. അല്ലാതെ ഇതിലൊക്കെ ചെന്ന് ചാടിയിട്ട് എന്നെ പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ തന്നെ നോക്കണം. അതല്ലാതെ ഓരോന്ന് പറ്റിക്കഴിഞ്ഞ് നിങ്ങൾ തന്നെ ചാടിയിട്ട് നിങ്ങളെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവരുടെ സ്വഭാവം വെച്ച് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അവൻ പറഞ്ഞ രീതി കണ്ടോ, പുരുഷന്മാർക്ക് എന്തും ആവാം, സ്ത്രീകൾക്ക് അങ്ങനെയല്ല, ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന്. എന്താ മനസ്സിലാവുക? ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നവനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് മെസ്സേജ് അയച്ച് അങ്ങോട്ട് സംസാരിക്കുന്ന സ്ത്രീകളെ പറയണമല്ലോ. എന്നിട്ട് അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നിങ്ങൾ ആ സമയത്ത് ഇവൻ മെസ്സേജ് അയച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവനെ വാൺ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവൻ നിർത്തിയേനെ. അതിന് പകരം നിങ്ങളുടെ സപ്പോർട്ട് പോകുമ്പോഴത്തേനാണ് ഇതുപോലത്തുള്ള തോന്നിയ ദിവസങ്ങൾ അവൻ യൂട്യൂബിലൊക്കെ വന്ന് ഇതിങ്ങനെ പറയുന്നത്. സോ ഇത് ഫസ്റ്റ് ഇവനെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവൻ്റെ ചതിയിലൊന്നും ചെന്ന് വീഴാതിരിക്കുക, അത് മെയിനായിട്ട് നോക്കുക.